ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയുണ്ട്, മരവിപ്പ്, നംബ്നെസ്. ജീവനുണ്ട്, പക്ഷെ ചലിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ. സമാനമായൊരവസ്ഥ ആത്മീയ ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും വിശുദ്ധ അമ്മ ത്രേസ്യായുടെയും വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും ഒക്കെ ജീവചരിത്രങ്ങൾ പരിശോധിച്ചാൽ, അതേപറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, അവരെല്ലാവരും കടന്നുപോയിട്ടുള്ള ഒരു വരൾച്ച, ആധ്യാത്മിക വരൾച്ചയെക്കുറിച്ചിട്ടാണ്. അവരും ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു മരവിപ്പ് അനുഭവിച്ചിരുന്നു, ഒരു സ്പിരിച്വൽ നംബ്നെസ്. ഈശോയെക്കുറിച്ച് അറിയാം, തങ്ങളുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും തങ്ങളുടെ ഇടങ്ങളിലുമെല്ലാം ഈശോ സന്നിഹിതനാണ്, ഈശോയുടെ കൂടെയാണ് എന്നറിഞ്ഞിട്ടും അതനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അതാണ് ഈ ആത്മീയമായ മരവിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമുക്കിത് അനുഭവപ്പെടാറുണ്ട്. അനുദിനം വിശുദ്ധ ബലിയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഈശോയുണ്ടെന്ന് അറിഞ്ഞിട്ടും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിലൂടെ മത്തായി സുവിശേഷകനും സമാനമായ ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 അത്ഭുതങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒന്ന്, 2 അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതും, രണ്ടാമത്തേത് ഊമനായ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നതുമാണ്. 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കുകയാണ്. അന്ധതയോടെയാണ് ഈശോയെ അവർ അനുഗമിക്കുന്നത്. തങ്ങൾ അനുഗമിക്കുന്ന ഈശോ രക്ഷകനാണെന്നും ദാവീദിൻ്റെ പുത്രനാണെന്നും അവർക്കറിയാമായിരുന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ല. രണ്ടാമതായിട്ട് ഊമനായ പിശാചുബാധിതനെയാണ് സുഖപ്പെടുത്തുന്നത്. അവൻ സംസാരിക്കുന്നില്ല, ജനങ്ങൾ അവൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അതായത് ഇത് രക്ഷകനാണെന്നും സൗഖ്യം നൽകാൻ കഴിവുള്ളവനാണെന്നും ജനങ്ങളെപ്പോലെ തന്നെ അറിയാമായിരുന്ന ഒരുവനാണ്, പക്ഷെ അവന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതായത് അവരാത്മീയമായിട്ടുള്ളൊരു മരവിപ്പിലായിരുന്നു ഈ 2 കൂട്ടരും. മത്തായി സുവിശേഷകൻ ഇങ്ങനത്തെ 2 അത്ഭുതങ്ങൾ സുവിശേഷത്തിൽ ചേർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സുവിശേഷം രചിക്കപ്പെടുന്നത് യഹൂദ ക്രൈസ്തവർക്കാണ്, യഹൂദർക്ക് വേണ്ടിയിട്ടാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പഠനങ്ങളിൽ നിന്നും നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവിൽ നിന്നും രക്ഷകനെക്കുറിച്ചുള്ള വരവിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈശോ രക്ഷകനാണെന്നും സൗഖ്യദാതാവാണെന്നും ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നവനാണെന്നും എളുപ്പം മനസ്സിലാക്കാനും അറിയാനും അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അവർ അന്ധരായിരുന്നു. ചിലപ്പോഴൊക്കെ അവർ ഊമരായിരുന്നു. തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ, അനുഭവിച്ച ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാതിരുന്നു എന്നുള്ളതാണ്. അവർ നിസ്സഹായരായിരുന്നു, പരിഭ്രാന്തരായിരുന്നു, ഇടയനില്ലാതെ അലയുകയായിരുന്നു. അവിടെയാണ് മത്തായി സുവിശേഷകൻ അവരോട് ആഹ്വാനം ചെയ്യുന്നത്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിലും ആമുഖത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആത്മീയമായൊരു മരവിപ്പിലായിരിക്കാം. സുവിശേഷകൻ നൽകുന്ന ഏക പരിഹാരം വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനായിട്ടാണ്. വിളവ് അധികമാണ്, ചുരുക്കമായ വേലക്കാർക്ക് വേണ്ടിയിട്ട് വേലക്കാരെ ലഭിക്കുവാനായിട്ട് വിളവിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് സമാന്തര സുവിശേഷങ്ങളിലെ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവവിളിയെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിലും ശിഷ്യത്വത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിലുമെല്ലാം മത്തായി സുവിശേഷകൻ അത് രേഖപ്പെടുത്തി വയ്ക്കുന്നത് അത്ഭുതങ്ങൾക്ക് ഇടയിലാണ്. അതായത് തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ പിൻചെല്ലുന്നതാണ് ക്രിസ്തു നൽകിയ രോഗശാന്തിക്കും അത്ഭുതത്തിനുമുള്ള മറുപടിയായിട്ട്
സുവിശേഷകൻ അടിവരയിടുന്നത്. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലെ 2 അന്ധയാചകന്മാരെ സുഖപ്പെടുത്തുന്ന വചനഭാഗം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അന്ധത മാറി കാഴ്ച ലഭിച്ച ശേഷം അവർ യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. മത്തായി സുവിശേഷത്തിലെ ഏക അത്ഭുതം സ്വീകരിച്ചവർ ഈശോയെ അനുഗമിക്കുന്ന ഏക അത്ഭുതം ഈ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലാണ് കാണുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ സമാനമായ മരവിപ്പുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ വിളവിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കവനെ അനുഗമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.